മീനാക്ഷിയുടെ അച്ഛൻ ആകാശിന് കാറ് ഗിഫ്റ്റായിട്ട് നൽകിയതും അവർ ആ കാറ് ദേവമംഗലത്തേക്ക് കൊണ്ടുവന്നതും തീരെ ഇഷ്ടപ്പെടാത്ത ദേവിയാണെങ്കിൽ ആ വിഷമം മാറ്റാനായിട്ട് ആനന്ദിനോട് പോയിട്ട് അവരുടെ ഹണിമൂൺ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആനന്ദേട്ടന് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ആകാശവും ആര്യനും ഒക്കെ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാണ്. എന്നാൽ ഇവിടെ ആനന്ദേട്ടന് ഇങ്ങനെ ഒരു ഭാര്യ ഉള്ളതുപോലും ഓർമ്മയില്ല. ഇതൊക്കെ പറയുമ്പോൾ ആനന്ദ് ചോദിക്കണേ, അയ്യോ അതെന്താ ദേവി നീ അങ്ങനെ പറയുന്നത്, ഇപ്പം നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദേവി പറയും, ആനന്ദേട്ടൻ തന്നെ പറഞ്ഞ് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി, ഇതുവരെ ആയിട്ട് നമുക്ക് ഹണിമൂൺ യാത്രയ്ക്ക് പോകാൻ സാധിച്ചോ, അത് ഇന്ന് പോവാൻ നാളെ പോവാമെന്ന് പറയുന്നതല്ലാണ്ട് ആനന്ദേട്ടൻ ആ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞോ? ആനന്ദേട്ടാ ഞാൻ തറപ്പിച്ച് പറയുക, ഏറിയ 2 ദിവസം അതിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഹണിമൂൺ യാത്രയ്ക്ക് പോവണം. ആനന്ദേട്ടൻ ഇന്ന് തന്നെ ബാലച്ചനോട് പോയിട്ട് സംസാരിക്കണം. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇനി സംസാരിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ ദേവി ഇന്ന് മുതൽ ആനന്ദേട്ടനോട് സംസാരിക്കില്ല എന്ന് പറയണം. അപ്പോൾ ആനന്ദ് പറയണം, അയ്യോ ദേവി നീ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ, ഞാൻ അച്ഛൻ വരട്ടെ അച്ഛനോട് സംസാരിക്കുന്നത്, വെറുതെ സംസാരിച്ചാൽ പോരാ, 2 ദിവസത്തിനുള്ളിൽ നമ്മളിത് യാത്രയ്ക്ക് പോവുകയാണ്, അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ ആനന്ദ് പറയണം, ശരി അച്ഛൻ വരട്ടെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആനന്ദ് ബാലൻ വന്നു കഴിയുമ്പോൾ ബാലനോട് പറയാണ്, അച്ഛൻ ദേവിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, അവർ ചോദിക്കുകയാണ് അന്ന് പ്ലാൻ ചെയ്ത ഹണിമൂൺ യാത്ര എന്താ ഇതുവരെ പോവാത്തതെന്ന്. അപ്പോൾ ബാലൻ പറയാണ്, അത് ശരിയാണ്, അന്നേ പോവാമെന്ന് പ്ലാൻ ചെയ്തതല്ലേ, പക്ഷേ ഈ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം ആ യാത്ര മുടക്കം വന്നു. ഇനിയിപ്പോൾ എന്തായാലും അത് നിങ്ങൾ മാറ്റി വയ്ക്കണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പം ആനന്ദ് പറയണം, ദേവി പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് യാത്ര പോവാം എന്നാണ് ദേവി പറയുന്നത്. അപ്പോൾ ബാലച്ചൻ ചോദിക്കും, 2 ദിവസമോ അതിങ്ങ് അടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയണ, അന്ന് നല്ല ദിവസമാണ് അച്ഛാ, അങ്ങനെ യാത്ര പോയി കഴിഞ്ഞാൽ നല്ലതേ സംഭവിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്, അമ്മ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ദേവി പറയണം. അപ്പം ബാലൻ പറയണം, എന്നാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞോളൂ, ഞാൻ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നേക്കാന്ന് പറയുമ്പോൾ ദേവി പറയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉള്ള ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് ആദ്യം കൊച്ചിയിലേക്ക് പോവാന്നുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് തന്നെ പോവാണ് ബാലച്ച. അപ്പോൾ ബാലൻ പറയാണ്, എന്നാൽ പിന്നെ മോളുടെ ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ, ഞാൻ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആനന്ദും ദേവിയും കൂടിയിട്ട് കൊച്ചിയിലേക്ക് പോകാനുള്ള യാത്രാ ഒരുക്കത്തിലാണ്. അങ്ങനെ അവർ യാത്രയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ ബാലനാണെങ്കിൽ ആനന്ദിൻ്റെ കയ്യിൽ കുറച്ച് കാശെടുത്ത് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനുമൊക്കെ ഈ കാശ് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ ആനന്ദിൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ദേവി പറയാണ്, ആനന്ദേട്ടാ നല്ലൊരു ഹോട്ടലിൽ നല്ല AC റൂമിൽ തന്നെ നമുക്ക് റൂം ബുക്ക് ചെയ്തേക്കാം. അപ്പോൾ ആനന്ദ് പറയാണ്, എൻ്റെ ദേവി അതിനൊക്കെ ഒത്തിരി കാശാവില്ലേ? അപ്പോൾ ദേവി പറയാണ്, ആനന്ദേട്ടാ ഇങ്ങനെ പിശുക്ക് പറയല്ലേ, നമ്മൾ എന്നും വരുന്നതല്ലല്ലോ, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, അപ്പോൾ നല്ല റൂം തന്നെ നമുക്ക് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദേവിയാണെങ്കിൽ ആനന്ദിനെ കൊണ്ടിട്ട് ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂം ബുക്ക് ചെയ്യിക്കുകയാണ്. അതുപോലെ തന്നെ ദേവിയാണെങ്കിൽ അവിടുത്തെ ഷോപ്പിംഗ് മാളിലൊക്കെ കയറിയിട്ട് നല്ല വിലപിടിപ്പുള്ള സാരിയും അതിന് മാച്ചായിട്ടുള്ള ഓർണമെൻറ്റ്സും ഒക്കെ എടുക്കുകയാണ്. അപ്പോഴൊക്കെ ആനന്ദ് പറയണം, എൻ്റെ ദേവി ഇങ്ങനെ നീ ഷോപ്പിംഗ് നടത്താൻ തുടങ്ങിയാൽ കയ്യിലെ കാശ് തികയില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവി പറയണം, ഈ ആനന്ദേട്ടൻ എല്ലാ കാര്യത്തിലും പിശുക്കുക, ഭാര്യയുടെ ആഗ്രഹത്തിനൊന്നും ആനന്ദേട്ടൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് തോന്നിയ പോലെ കാശ് ചിലവാക്കണം കേട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല വലിയ ഹോട്ടലിലാണ് ദേവി പോകുന്നതൊക്കെ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് ആനന്ദ് റിസപ്ഷനിൽ വിളിച്ചിട്ട് റൂം വെക്കേറ്റ് ചെയ്യാമെന്ന് പറയണം കേട്ടോ. പക്ഷേ ആനന്ദിൻ്റെ കയ്യിലോട്ട് എത്തുന്ന ബില്ല് കണ്ടിട്ട് ആനന്ദ് ആകെ നട്ടം തിരിഞ്ഞു പോവുകയാണ്. കാരണം ദേവിയാണെങ്കിൽ ഓരോ ഷോപ്പിംഗ് മാളിലും കയറി ഇറങ്ങി ഷോപ്പിംഗ് നടത്തിയിട്ട് കയ്യിലെ കാശ് മുഴുവൻ തീർത്തിട്ടിരിക്കുകയാണ്. ബില്ലാണെങ്കിൽ ആനന്ദ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ആണ് വന്നിരിക്കുന്നത്. ആനന്ദിൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ ഇവിടുത്തെ ബില്ല് അടച്ച് തീർക്കും എന്നുള്ള ടെൻഷനിലാണ് ആനന്ദ്.